ശ്രീ സായിരാം. എല്ലാ വർഷവും പർത്തിയിൽ ജനുവരി 11 കായികമേളയാണ്. തുടർന്നുള്ള ദിവസങ്ങൾ കലാപരിപാടികൾ. അക്കൊല്ലം ജനുവരി 15 ഡ്രാമയും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. 11-ാം തീയതി വൈകുന്നേരം കായികമേള കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അനിൽകുമാർ സർ അനൗൺസ് ചെയ്തു, നാളെ വിദ്യാർത്ഥികളുടെ ഡ്രാമ ഉണ്ടായിരിക്കും. മാത്രമല്ല, ഇതുപോലെ ഒരു ഡ്രാമ ഇതിനു മുമ്പ് നടന്നിട്ടില്ല, ഇനി നടക്കുകയുമില്ല. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആ നാടകം കാണുക തന്നെ വേണം. അനൗൺസ്മെന്റ് കഴിഞ്ഞു. അഭിനേതാക്കളായ വിദ്യാർത്ഥികൾ അത് കേട്ട് പകച്ചുപോയി. കാരണം 15-നാണ് അവരുടെ പ്രോഗ്രാം. റിഹേഴ്സൽ നടക്കാനുണ്ട്, വേഷങ്ങൾ ശരിയാക്കണം, പശ്ചാത്തല സീനുകളും ഉണ്ടാക്കണം. അവർ ഹോസ്റ്റലിലെത്തി കൂടിയാലോചിക്കരുന്നു. അപ്പോൾ അവരുടെ അധ്യാപകൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ബേജാറാകണ്ട, ഭഗവാൻ നിശ്ചയിച്ചതാണത്, അത് ഭംഗിയായി തന്നെ നടത്തിക്കൊള്ളും, സ്വാമി അത് പൂർത്തിയാക്കും, അതിനുള്ള ശക്തി ഭഗവാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ ആഹാരം കഴിച്ച് ശാന്തമായിരിക്കും. അങ്ങനെ കുട്ടികൾ ആഹാരം കഴിഞ്ഞു. അഭിനേതാക്കളായ വിദ്യാർത്ഥികൾ റിഹേഴ്സൽ ആരംഭിച്ചു. മറ്റുള്ള ഹോസ്റ്റലിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് നാടകത്തിനുള്ള സാധനങ്ങളും വേഷങ്ങളും ഒരുക്കാൻ തുടങ്ങി. അതായത് വലിയൊരു കൂട്ടായ്മ അവിടെ ഉടൻ രൂപപ്പെട്ടു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30 മണിയോടെ മേക്കപ്പ് ആരംഭിച്ചു. എല്ലാം സമയത്തിന് തന്നെ നടന്നു. ലാസ്റ്റ് സീൻ ആകാറായി. ശ്രീരാമ പട്ടാഭിഷേകമാണ് ആ രംഗം. ആ രംഗത്തേക്ക് വരുന്ന നടൻ കണ്ടത് അപ്പോഴും പാശ്ചാത്തല സീൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സഹപാഠിയാണ്. അയാൾ പറഞ്ഞു, കർട്ടൻ മാറ്റിയാൽ ഞാൻ വരും, നീ എപ്പോഴും എഴുന്നേറ്റ് പോകൂ, ഇനി ഒട്ടിക്കുകയൊന്നും വേണ്ട, ഇനി അതിനുള്ള സമയമില്ല. ആ വിദ്യാർത്ഥി പറഞ്ഞു, ഡോണ്ട് വറി, എല്ലാം ശരിയാവും, താങ്കൾ വന്നുള്ളൂ. അങ്ങനെ കർട്ടൻ മാറി അയാൾ രംഗത്തേക്കെത്തി. അതിഗംഭീരമായി പട്ടാഭിഷേക രംഗവും കഴിഞ്ഞു. സ്വാമി എല്ലാവർക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. പിന്നീട് ഭഗവാൻ വാഹനത്തിൽ കയറി കുട്ടികളെ അനുഗ്രഹിച്ചിട്ട് പോവുകയും ചെയ്തു. അതോടെ പട്ടാഭിഷേകത്തിനായി ഒരുക്കിയിട്ടിരുന്ന പാശ്ചാത്തല രംഗങ്ങൾ മെല്ലെ താഴെ വീണു പോവുകയും ചെയ്തു. ജയ് സായിരാം. ആരാണ് അപ്പോൾ അതെല്ലാം അതേ വിധത്തിൽ ആ നാടകം തീരുന്നതുവരെ പിടിച്ചു നിർത്തിയിരുന്നത്? ഭഗസ്മരണയോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ശക്തി ഭഗവാൻ തരും. മാത്രമല്ല, വേണ്ട സമയത്ത് ആവശ്യമുള്ളത്ര സമയം വരെ അവിടുന്ന് സംരക്ഷിച്ച് നിൽക്കുകയും ചെയ്യും. जय बोलो भगवान श्री सत्य साई बाबा जी की जय।